നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. മാസങ്ങളായി റേഷൻ മുടങ്ങിയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3 മുറി റേഷൻ കടയ്ക്ക് മുന്നിൽ നിൽപ്പു സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുപ്പളിയം വില്ലേജ് ഓഫീസിൽ വർഷങ്ങളായിട്ടും സ്ഥിരമായി വില്ലേജ് ഓഫീസർ തസ്തികയില്ലാത്തത് നാട്ടുകാരെ വലയ്ക്കുന്നു. വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്ന് നാട്ടുകാരുടെ പരാതി. കൊടകര അമ്പുതിരുനാളോടനുബന്ധിച്ച് ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച ടൗൺ അമ്പ് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുപ്പളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 105ാം വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ആലത്തൂർ ALP സ്കൂളിൽ KG ഫെസ്റ്റും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. പറപ്പുകര പഞ്ചായത്ത് അംഗം TK സതീശൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മാസങ്ങളായി റേഷൻ മുടങ്ങിയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3 മുറി റേഷൻ കടയ്ക്ക് മുന്നിൽ നിൽപ്പു സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നൈജോ ആൻഡോ വാസുപുറത്തുകാരൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CH സാദത്ത്, ജോൺ വട്ടക്കാവിൽ, സായുജ് സുരേന്ദ്രൻ, സിജിൽ ചന്ദ്രൻ, AM ബിജു, ലിനോ മൈക്കിൾ, സന്തോഷ് കാവനാട്, ഷൈനി ബാബു, ജിജു കീറ്റിക്കൽ എന്നിവർ പ്രസംഗിച്ചു. പോൾ പുല്ലോക്കാരൻ, കുട്ടൻ പുളിക്കലാൻ, ജോണി കൊട്ടേക്കാട്ടുകാരൻ, സ്മിത ബാബു, LC ഡേവിസ്, ബിൻഡോ പുരയിടം എന്നിവർ നേതൃത്വം വഹിച്ചു. ഇത് കൃത്യമായി നമുക്ക് ലഭ്യമാകാത്തത് സ്വാഭാവികമായും ഈ റേഷൻ വിതരണത്തിനുള്ള ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്നതിന്റെ ഉത്തരവാദിത്തം കേന്ദ്ര ഗവൺമെന്റിനുള്ളതാണ്. അപ്പോൾ സ്ഥിരമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മാർക്സിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ചും കാലങ്ങളായി പറയുന്നത് BJPയുടെ കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങളോട് ചിത്രപ്രളയം സ്വീകരിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി അനുവദിച്ചു തരുന്നില്ല. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ മുപ്പളിയം വില്ലേജ് ഓഫീസിൽ വർഷങ്ങളായിട്ടും സ്ഥിരമായി വില്ലേജ് ഓഫീസർ തസ്തികയില്ലാത്തത് നാട്ടുകാരെ വലയ്ക്കുന്നു. വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. 2012 പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണം ആരംഭിച്ച മുപ്പളിയം വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം പാതി വഴിയിൽ നിലച്ചിരുന്നു. പിന്നീട് 2014 പൊതുപ്രവർത്തകനായ KG രവീന്ദ്രനാഥ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് ജനസമ്പർക്ക പരിപാടിയിൽ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടികൾ വേഗത്തിലായത്. 2015 ജനങ്ങൾ കൈകോർത്ത് ഫണ്ട് സമാഹരിച്ചാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവിടെ ഒരു വില്ലേജ് ഓഫീസറുടെ സ്ഥിര നിയമനം എന്നത് ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. മലയോര കർഷക മേഖലയായ പ്രദേശം ജനസാന്ദ്രതയിലും മുന്നിലാണ്. തൊട്ടടുത്ത നന്ദിപുരം വില്ലേജ് ഓഫീസിൽ നിന്ന് 2 ജീവനക്കാർ എത്തിയാണ് ഇപ്പോൾ മുപ്പളിയം വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം. ഇവരിൽ ഒരാൾക്ക് അവധിയിൽ പോകേണ്ടി വന്നാൽ വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം അവതാളത്തിലാകും. വസ്തു സംബന്ധിച്ച ഇടപാടുകൾ, വരുമാന സർട്ടിഫിക്കറ്റുകൾ, പട്ടയം സംബന്ധിച്ച രേഖകൾ എന്നിവയ്ക്കായി ദിനംപ്രതി നിരവധി ആളുകൾ ആശ്രയിക്കുന്ന വില്ലേജ് ഓഫീസിൽ താൽക്കാലിക ജീവനക്കാർക്ക് ജോലിഭാരവും ഏറെയാണ്. ഇവിടെ വില്ലേജ് ഓഫീസറുടെ സ്ഥിര നിയമനം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് സംഘടന സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ KG രവീന്ദ്രനാഥ് മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രി K രാജനും നിവേദനം നൽകിയിട്ടുണ്ട്. മുപ്പളിയത്തെ ആൾക്കാർക്ക് വീണ്ടും തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത് നമ്മുടെ മുപ്പളിയം വില്ലേജാണ്. പക്ഷെ നിർഭാഗ്യരെന്ന് പറയട്ടെ, ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള നന്ദിപുരത്ത് വില്ലേജ് ഓഫീസർ, സ്ഥിരം വില്ലേജ് ഓഫീസറെ നിയമനമുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഈ മുപ്പളിയംകാരെ അവഗണിക്കുന്നത്? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോ നമ്മുടെ താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിൽ നമ്മുടെ മിനിസ്റ്റർ K രാജൻ അവർക്ക് നേരിട്ട് ഞാൻ നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇതാണ് പഴയ ഞാൻ കൊടുത്ത അന്ന് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി. ഇന്ന് ഞാൻ നേരിട്ട് കഴിഞ്ഞ ദിവസം അദാലത്തിൽ ഞാൻ രാജൻ മിനിസ്റ്റർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അനുഭാവപൂർവ്വം വില്ലേജ് ഓഫീസറെ ഇവിടെ നിയമിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ ഫയലിലും ഓരോ ജീവിതമാണെന്ന തിരിച്ചറിവോടെ മുപ്പളിയം വില്ലേജിലെ ജനങ്ങളുടെ ന്യായമായ ഈ ആവശ്യം സർക്കാർ പരിഗണിക്കുമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. 10 വർഷത്തിലേറെയായി സ്വന്തമായി കെട്ടിടമുണ്ടെങ്കിലും
സ്ഥിരമായി ഒരു വില്ലേജ് ഓഫീസറുടെ നിയമനം ഇല്ല എന്നതാണ് മുപ്ലിയം വില്ലേജ് ഓഫീസിന്റെ അവസ്ഥ. മലയോര മേഖല കൂടിയായ ഈ പ്രദേശത്ത്, ഏറെ ജനസാന്ദ്രതയുള്ള ഈ പ്രദേശത്ത് ദിനംപ്രതി നിരവധി പേരാണ് വിവിധ ആവശ്യങ്ങൾക്കായി വില്ലേജ് ഓഫീസിൽ എത്തുന്നത്. സ്ഥിരമായി വില്ലേജ് ഓഫീസറുടെ തസ്തിക നിയമിച്ച് ഇവിടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറാമാൻ ലിവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 105-ാം വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗം സരിത രാജേഷ് അധ്യക്ഷത വഹിച്ചു. വിരമിച്ച അധ്യാപിക NC ജ്യോതിക്ക് ചടങ്ങിൽ ഉപകാര സമർപ്പണവും യാത്രയയപ്പും നടത്തി. തൃശൂർ സബ് കളക്ടർ അഖിൽ V മേനോൻ, പ്രധാനാധ്യാപിക MV ഉഷ, പ്രിൻസിപ്പൽ ഇൻചാർജ് KA കുഞ്ഞുമോൾ, പുഷ്പാകരൻ ഒറ്റാലി, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അംഗം റോസ്ലി തോമസ്, പഞ്ചായത്ത് അംഗം വിജിത ശിവദാസ്, PTA പ്രസിഡന്റ് ബിനോയ് ഞെരിഞ്ഞാമ്പള്ളി, MPTA പ്രസിഡന്റ് ജീവ ബേബി, SMC ചെയർമാൻ TR സുരേഷ് ബാബു, OSA ചെയർമാൻ KN ജയപ്രകാശ്, PTA വൈസ് പ്രസിഡന്റ് റീന റെക്സിൻ, HSS സ്റ്റാഫ് സെക്രട്ടറി PP ദേവസി, HSS സ്റ്റാഫ് സെക്രട്ടറി PR റിജോ, സ്കൂൾ ചെയർമാൻ B സുകുമാരൻ, സീനിയർ അധ്യാപിക AK അമൃതപ്രിയ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികളും രക്ഷാകർത്താക്കളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 105-ാം വാർഷികവും ഇവിടെ 31 വർഷമായി സർവീസിലുള്ള LP സ്കൂളിലെ അധ്യാപിക ശ്രീമതി ജ്യോതി ടീച്ചർക്കുള്ള ഉപകാര സമർപ്പണവും എന്ന നിലയിലുള്ള ഈ സംയുക്ത പൊതുപരിപാടി മികച്ച നിലയിൽ ഇന്നിവിടെ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാം തന്നെ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. റിട്ടയർമെൻറ്റ് ഫംഗ്ഷനുമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ വിദ്യാലയം 105 വർഷം പിന്നിടുമ്പോൾ എത്തി നിൽക്കുന്ന മഹത്തരമായ കാര്യങ്ങൾ, അതിന് വഴിവെച്ചത് ഓരോ തലമുറയിലും പെട്ട അധ്യാപകരും. 105-ാം വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ മുപ്ലിയം സ്കൂൾ കഴിഞ്ഞ വർഷം വരെ നമുക്ക് വലിയൊരു വിഷമമൊക്കെ ആയിരുന്നു, നമ്മുടെ വിദ്യാലയം പണി കഴിപ്പിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ. എന്നാൽ ഇന്ന് നമ്മൾ ഈ ആഘോഷിക്കുന്നത് നമ്മുടെ വിദ്യാലയം മുപ്ലിയത്തിൻ്റെ തിലകക്കുറി ചാർത്തിക്കൊണ്ട് തലയെടുപ്പോടുകൂടി ഇവിടെ ഉയർന്നു നിൽക്കുകയാണ്. എൻ്റെ കുറച്ച് കൊച്ചു കൂട്ടുകാർ നല്ലൊരു ഡാൻസ് അവതരിപ്പിക്കുകയായിരുന്നു. അപ്പം ഞാൻ കടന്നു വന്നപ്പോൾ അത് നിർത്തേണ്ടി വന്നു. ആദ്യം തന്നെ ആ കൊച്ചു കൂട്ടുകാരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ പോയതിനു ശേഷം വീണ്ടും അതുണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം അവരെ കൊണ്ട് വീണ്ടും കളിപ്പിക്കണം. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ അമ്പ് തിരുനാളോടനുബന്ധിച്ച് കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച ടൗൺ അമ്പ് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി ബാൻഡ് സെറ്റ്, സിനിമാറ്റിക് ഡാൻസ് എന്നീ വിവിധ പരിപാടികൾ ക്ലബ്ബ് പരിസരത്ത് അരങ്ങേറും. കൂടാതെ വർഷങ്ങളായി കൊടകരയിൽ പ്രവർത്തിക്കുന്ന ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാട്ടർ ബെഡ്, ഓക്സിജൻ സിലിണ്ടർ എന്നിവ അർഹരായ രോഗികൾക്ക് സൗജന്യമായി നൽകുന്നുണ്ടെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കൂടാതെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തിയ സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പ് ഏപ്രിൽ 14-ലേക്ക് മാറ്റിവെച്ചതായും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഏകലവ്യ കലാകായിക സമിതി സെക്രട്ടറി TJ അജോ, പ്രസിഡന്റ് ഷജിത് കളരിക്കൽ, രക്ഷാധികാരി ജോയ് നെല്ലിശ്ശേരി, ഫിനാൻസ് കൺവീനർ പ്രദീപ് കല്ലിങ്ങപ്പുറം എന്നിവർ പങ്കെടുത്തു. 18, 19, 20 ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി കൊടകരയിലെ സെന്റ് ജോസഫ് ചർച്ച് ദേവാലയത്തിൽ അമ്പ് തിരുനാള് ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടുകയാണ്. വൈകിട്ട് 6 മണിക്ക് ഏകലവ്യ ക്ലബിന്റെ പരിസരത്തു നിന്നും പ്രദക്ഷിണം ആരംഭിക്കും. ബാൻഡ് സെറ്റ്, തേര്, LED കുടകൾ, അതുപോലെ തന്നെ സിനിമാറ്റിക് ഡാൻസ്, ഒരു സ്പെഷ്യൽ പ്രോഗ്രാം നിർവഹിച്ചിട്ടുണ്ട്. ടൗൺ അമ്പ് ജനുവരി 20-ാം തീയതി വൈകിട്ട് 7 മണിക്കാണ് ക്ലബ്ബ് പരിസരത്ത് നിന്നാണ് തുടങ്ങുന്നത്. ക്ലബ്ബ് പരിസരത്ത് നിന്ന് തുടങ്ങി കൊടകരയുടെ ഭാഗത്ത് എല്ലാം പ്രദർശനം വെച്ച് ഒരു 9 മണിയോടുകൂടി അവിടെ ഇറങ്ങി 11 മണിക്ക് വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒന്നും കൂടി വിപുലീകരിക്കുക. കൊടകരയും കൊടകര ചുറ്റിപ്പറ്റുള്ള സ്ഥലങ്ങളിലെ രോഗികളായി മൃതരായ രോഗികൾക്ക്
അവരെ സഹായിക്കുന്നതിന് വേണ്ടി കുറച്ചും കൂടി ആശുപത്രി ഉപകരണങ്ങൾ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ആലത്തൂർ ALP സ്കൂളിൽ KG ഫെസ്റ്റും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. പറപ്പുകര പഞ്ചായത്ത് അംഗം TK സതീശൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PS സുനിൽ അധ്യക്ഷത വഹിച്ചു. പഠനോപകരണങ്ങളുടെ വിതരണം തണ്ടിയേക്കൽ ആന്റണി പ്രധാന അധ്യാപികയ്ക്ക് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട 13 കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. സ്കൂളിലെ സീനിയർ അധ്യാപിക AM ഇന്ദിര സ്കൂളിൽ നൽകിയ ഡ്രം സെറ്റിന്റെ കൈമാറ്റവും ചടങ്ങിൽ നടന്നു. തണ്ടിയേക്കൽ ആന്റണി മക്കളായ ജോളി ആന്റണി, ബിജു ആന്റണി എന്നിവർ ചേർന്നാണ് പഠനോപകരണങ്ങൾ നൽകിയത്. പറപ്പൂക്കര പഞ്ചായത്ത് അംഗം A രാജീവ്, സ്റ്റാഫ് സെക്രട്ടറി CG അനൂപ്, മാതൃസംഗമം വൈസ് പ്രസിഡന്റ് റിയ ഗിരീഷ്, KT ഋത്തിക് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. വനനിയമ ഭേദഗതി പിൻവലിച്ച സംസ്ഥാന സർക്കാരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരള കോൺഗ്രസ് M പ്രവർത്തകർ തൃശൂർ നഗരത്തിൽ പ്രകടനം നടത്തി. ബിൽ നടപ്പാക്കില്ലെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ച കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി MP-യെയും അനുമോദിച്ചുകൊണ്ടായിരുന്നു പ്രകടനം. തുടർന്ന് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ കർഷക സദസ്സും സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ബേബി നെല്ലിക്കുഴി അധ്യക്ഷത വഹിച്ചു. പ്രകടനത്തിന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഹിറ്റ്ലസ് ചാക്കുണ്ണി, ബിജു വട്ടക്കുളം, VC മുരളി, സന്തോഷ് കൂനമ്മാവ്, ജെരീഷ് പെരിഞ്ചേരി, KM ജോസ് പറ്റിക്കാട്, ജില്ലാ IT കോർഡിനേറ്റർ സാംസൺ ചിരിയങ്കണ്ടത്ത്, CD റോയ്, മണ്ഡലം പ്രസിഡന്റുമാരായ രാജു C പാറപ്പുറം, വിനോദ് കുറുവത്ത്, ബാബു തോംബ്ര കാടുകുറ്റി, ജോർജ് മൂനംമുച്ചി, PT സൈമൺ, ജിയോ ജോസഫ്, പ്രേമൻ ചിറയിൽ, സിജോ C ജോർജ്, OM ജോണി, സാബു C തോമസ്, അഗസ്റ്റിൻ തോമസ് പൂമല എന്നിവർ നേതൃത്വം വഹിച്ചു. സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ, സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബേബി മാത്യു കാവുങ്കൽ, ഡെന്നിസ് K ആന്റണി, ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി ആനിത്തോട്ടം, ജില്ലാ സെക്രട്ടറി സെബാസ്റ്റ്യൻ ജോസ് മഞ്ഞളി, കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ജോസ് മുതുകാട്ടിൽ, നെൽ കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് AI കൃഷ്ണൻകുട്ടി ചൊവ്വന്നൂർ എന്നിവർ പ്രസംഗിച്ചു. വനനിയമ ഭേദഗതിക്ക് കർഷകരെയും മലയോര മേഖലയിലെ ജനങ്ങളെയും ഭീതിപ്പെടുത്തുന്ന രീതിയിൽ നിയമമുണ്ടാക്കുവാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ കർഷകന് വേണ്ടിയും മലയോര ജനതയ്ക്ക് വേണ്ടിയും എന്നും പടപൊരുതിയ പ്രിയങ്കരനായ കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി മനുഷ്യന് മൃഗത്തെക്കാൾ വിലയുണ്ട്, മൃഗത്തിന് മനുഷ്യനേക്കാൾ വിലയുള്ള നിയമങ്ങൾ പാസാക്കുന്ന കാലം നിയമങ്ങൾ പൂക്കളെ ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാകില്ല. തൃശൂർക്കാരുടെ കണ്ണിനും മനസ്സിനും കുളിരേകാൻ ഒരുക്കിയിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പൂക്കളുടെ പൂരം തന്നെയാണ്. ഊട്ടി പുഷ്പോത്സവത്തിനോട് കിടപിടിക്കുന്ന പുഷ്പോത്സവമാണ് ശക്തൻ നഗറിലും ഒരുക്കിയിരിക്കുന്നത്. വിദേശത്തു നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ശേഖരിച്ച 100 കണക്കിന് പൂച്ചെടികളും ഫലവൃക്ഷങ്ങളും പുഷ്പമേളയുടെ മാറ്റുകൂട്ടുന്നു. മകരമഞ്ഞും തഴുകിയെത്തുന്ന ജനുവരിക്കാറ്റും തൃശൂരിൻ്റെ പൂക്കാലത്തിനേകുന്ന ചന്തം പറഞ്ഞറിയിക്കാനാകാത്തതാണ്. പല വർണ്ണത്തിലും തരത്തിലുമുള്ള പൂക്കൾ കണ്ടാലും കണ്ടാലും മതിവരില്ല. കണ്ണിൽ ഒതുങ്ങാവുന്നതോ എണ്ണി തീർക്കാവുന്നതോ അല്ല തൃശൂർ പുഷ്പമേളയിലെ പൂക്കൾ. വീട്ടുമുറ്റങ്ങളിലെ ചെത്തി മുതൽ റോസ്, താമര തുടങ്ങിയ ഊരും പേരുമറിയാത്ത എത്രയെത്ര പൂക്കൾ. അക്ഷരാർത്ഥത്തിൽ പൂക്കളുടെ പൂരം. പൂക്കൾ കൊണ്ടുള്ള മയിൽ, ജിറാഫ്, കോഴിയമ്മയും കുഞ്ഞുങ്ങളും ഇങ്ങനെ നീളുന്നു കാണികളുടെ മനം നിറച്ച കാഴ്ചകൾ. ഒറ്റ നോട്ടത്തിൽ തുണി കൊണ്ടുണ്ടാക്കിയവയാണെന്ന് തോന്നിയേക്കാം ഇത് കണ്ടാൽ. ശക്തൻ ഗ്രൗണ്ടിനെ പൂന്തോട്ടമാക്കിയിരിക്കുകയാണ് പുഷ്പോത്സവം. വിവിധതരം സ്റ്റാളുകളും സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. പുഷ്പോത്സവം ഈ മാസം 22-ന് സമാപിക്കും. പുതുക്കാട് SNDP യൂണിയന്റെ നേതൃത്വത്തിൽ മഹാകവി കുമാരനാശാൻ ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. യോഗം ഡയറക്ടർ ബോർഡ് അംഗം KR ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി TK രവീന്ദ്രൻ, യൂണിയൻ പ്രസിഡന്റ് CJ ജനാർദ്ദനൻ, ഡയറക്ടർ ബോർഡ് അംഗം KR രഘു, കൗൺസിലർമാരായ ദേവൻ തറയിൽ, സുകുമാരൻ പുന്നക്കത്തറയിൽ, പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ PR വിജയകുമാർ, MR മനോജ് കുമാർ, മേഖലാ കൺവീനർ CK കൊച്ചുകുട്ടൻ, പെൻഷനേഴ്സ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം MK നാരായണൻ, യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര സമിതി അംഗം നിവിൻ ചറാക്കുളം എന്നിവർ പ്രസംഗിച്ചു. കല്ലൂർ വീട്ടിക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്രം മഹോത്സവം ഞായറാഴ്ച നടക്കും. പുലർച്ചെ 4-ന് പള്ളിയുണർത്തൽ, തുടർന്ന് നിർമ്മാല്യ ദർശനം, 4:30-ന് അഷ്ടദ്രവ്യ ഗണപതി ഹോമം, രാവിലെ 6-ന് ഉഷപൂജ, 7-ന് നവകം, പഞ്ചഗവ്യം,
കലശാഭിഷേകം 10 മുതൽ 12 വരെ ക്ഷേത്രത്തിൽ തിടമ്പെഴുന്നള്ളിപ്പ്, തുടർന്ന് കാവടിയാട്ടം, 4 മുതൽ 6 വരെ കാഴ്ചശീവേലി, 6:30 ദീപാരാധന, തുടർന്ന് അത്താഴപൂജ, തിങ്കളാഴ്ച പുലർച്ചെ 5:30 മംഗളപൂജ, കൊടിയിറക്കം എന്നിവ നടക്കും. രാത്രി 7 മുതൽ ഭജനാമൃതം, വിവിധ ഇനം കലാപരിപാടികൾ എന്നിവ നടക്കും. തുടർന്ന് ആനപ്പൂരവും കാവടിയാട്ടവും ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് 12 പ്രസാദ ഊട്ടും ഉണ്ടായിരിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7435 രൂപയും പവന് 59,450 രൂപയും രേഖപ്പെടുത്തി. നന്ദിപുലം പൂങ്കാവനം ലോനപ്പൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മറിയമാണ് ഭാര്യ. മേഴ്സി, ഡേവിസ്, അന്തോണി എന്നിവർ മക്കളും. കുഞ്ഞാവര, ബിജി, പ്രീതി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മാസങ്ങളായി റേഷൻ മുടങ്ങിയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3 മുറി റേഷൻ കടയ്ക്ക് മുന്നിൽ നിൽപ്പു സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുപ്ലിയം വില്ലേജ് ഓഫീസിൽ വർഷങ്ങളായിട്ടും സ്ഥിരമായി വില്ലേജ് ഓഫീസർ തസ്തികയില്ലാത്തത് നാട്ടുകാരെ വലയ്ക്കുന്നു. വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്ന് നാട്ടുകാരുടെ പരാതി. കൊടകര അമ്പുതിരുനാളോടനുബന്ധിച്ച് ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച ടൗൺ അമ്പ് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 105ാം വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ആലത്തൂർ ALP സ്കൂളിൽ KG ഫെസ്റ്റും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. പറപ്പുകര പഞ്ചായത്ത് അംഗം TK സതീശൻ ഉദ്ഘാടനം ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.